السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل وأصحاب سيدنا محمد. സംസാരിക്കുന്ന ആൾക്ക് മാത്രം പങ്കാളിത്തമുള്ള സദസ്സുകളെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഇത് അസാധാരണത്വമുള്ള സദസ്സാണ്. ഇവിടെ സംസാരിക്കുന്നവന് മാത്രമല്ല പങ്കാളിത്തം, കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും പങ്കാളിത്തമാണ്. ഓരോരുത്തർക്കും പങ്കുണ്ട്, ഓരോരുത്തർക്കും പുണ്യമുണ്ട്. ഓരോരുത്തരുടെ മടിത്തട്ടിലും വന്ന് നക്ഷത്രങ്ങൾ വീഴുന്നുണ്ട്. ഓരോരുത്തരുടെ സൗഭാഗ്യ നക്ഷത്രവും മാനത്ത് തെളിയുന്നുണ്ട്. ഓരോരുത്തരുടെ ഭാഗ്യ നക്ഷത്രവും പ്രകാശിക്കുന്നുണ്ട്. മനസ്സിൽ നിലാവ് പെയ്യുന്നുണ്ട്. വഴികൾ തീരുന്നുണ്ട്, വ്യക്തമായി വരുന്നുണ്ട്, വിശാലത പോകുന്നുണ്ട്. മദീനയിലേക്കൊരു രാജപാത വെട്ടിത്തെളിക്കുന്നുണ്ട്. മാനസപാതയെ, ഹൃദയത്തിന്റെ പാതയെ, നന്മയിലേക്കുള്ള പാത, ജീവിത നന്മയിലേക്കുള്ള പാത പോലെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പരിശുദ്ധ റസൂൽ ഗാന്ധിജി രേഖപ്പെടുത്തിയ പോലെ പടിഞ്ഞാറ് അജ്ഞതയുടെ അന്ധകാരത്തിൽ മുങ്ങിയപ്പോൾ കിഴക്കിന്റെ ചക്രവാളത്തിൽ പ്രോജ്വലമായ ഒരു അമൂല്യ നക്ഷത്രം ഉദിച്ചുയർന്നു. കിഴക്കിന്റെ ചക്രവാളത്തിൽ പ്രോജ്വലമായ ഒരു അമൂല്യ നക്ഷത്രം ഉദിച്ചുയർന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്വസ്ഥമായ ലോകത്തിനാകെ അത് ആശ്വാസവും പ്രകാശവും പ്രദാനം ചെയ്തു. നിസ്സംശയം അവിടുന്ന് മുഴു ലോകത്തിന്റെയും ആത്മീയ ചക്രവർത്തിയാണ്. നിസ്സംശയം അവിടുന്ന് മുഴുവൻ ലോകത്തിന്റെയും ആത്മീയ ചക്രവർത്തിയാണ്. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അവിടുത്തെ അധ്യാപനങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് ഗാന്ധിജിയുടെ വാക്കുകൾ. ദൈവത്തിന്റെ അധീശത്വത്തെ സംബന്ധിച്ച് ഇത്ര സൂക്ഷ്മവും സമഗ്രവുമായ ഒരു സന്ദേശം ദൈവത്തിന്റെ ദാസന്മാർക്ക് മറ്റാരും എത്തിച്ചു കൊടുത്തിട്ടില്ലെന്ന് ഗാന്ധിജി ആ വാക്കുകൾക്ക് മുമ്പിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ലെന്ന് പരിശുദ്ധ റസൂൽ. ആർത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ടുള്ള സദസ്സാണ്. ശിർക്ക് പോലും ഉമ്മത്തീങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് സമ്പത്തും അതിനാൽ വരുന്ന അശ്രദ്ധയുമാണെന്ന് പരിശുദ്ധ റസൂൽ. അങ്ങനെയാണ് നാം ആർത്തിയുടെ നാനാർത്ഥങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആർത്തിയുടെ നാനാർത്ഥങ്ങളെ കുറിച്ച്. ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ ആളില്ലാത്ത ഒരു കാലം ലോകത്ത് വരുമെന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന കാലം, രാവിലെ നിങ്ങളുടെ കയ്യിൽ ഒരു ചഷകം, വൈകുന്നേരം വേറെ ഒരു ചഷകം. രാവിലെ ഒരു കോപ്പ കൊണ്ട് നിങ്ങൾ കുടിക്കും, വൈകുന്നേരം മറ്റൊരു കോപ്പ കൊണ്ട് നിങ്ങൾ മധു നുകരും. കഅബയണീച്ച കിസ്വ വസ്ത്രം പോലെ വിലപിടിപ്പുള്ള ഉടുപ്പുകളാണ് നിങ്ങൾ അണിയുക. അതാണ് നിങ്ങളെ കുറിച്ച് എന്റെ ഭീതി എന്ന് പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഉള്ളു തുറന്ന് മദ്ഹ് പറയാൻ പരിശുദ്ധ മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാനും കേൾക്കാനും അനുഭവപ്പെടാനുമാണ് പ്രിയപ്പെട്ടവരെ ഈ സദസ്സും ഈ നിമിഷവും ഈ മുഹൂർത്തവും. അതുകൊണ്ട് ഒരു സലാത്തിന് കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കാൻ. ഗം ഹേ യാ ഖുശി ഹേ തൂ, ഗം ഹേ യാ ഖുശി ഹേ തൂ. ദുഃഖമായാലും സന്തോഷമായാലും, സന്തോഷമായാലും സന്താപമായാലും, സങ്കടമായാലും ആനന്ദമായാലും, ഗം ഹേ യാ ഖുശി ഹേ തൂ, മേരി ജിന്ദഗി ഹേ തൂ. എന്റെ ജീവിതം അങ്ങാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സന്തോഷവും അങ്ങാണ് മുസ്തഫ, എന്റെ സന്താപവും അങ്ങാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗം ഹേ യാ ഖുശി ഹേ തൂ, മേരി ജിന്ദഗി ഹേ തൂ. എന്റെ ജീവിതം അങ്ങാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. मैं खजां की शाम हूँ, मैं खजां की शाम हूँ. ഞാനൊരു ഹേമന്ത സന്ധ്യ പോലെ, ഞാനൊരു ഇലകൊഴിഞ്ഞ മരം പോലെ, ഞാനൊരു ശൂന്യമായ വൃക്ഷം പോലെ. कट चुके जिन दरख्तों के पत्ते फिर कहाँ उनके साए हुए हैं. ഇല പൊടിഞ്ഞ ഒരു മരത്തിന് എങ്ങനെയാണ് തണൽ നൽകാൻ കഴിയുക? മൂല്യങ്ങൾ നശിച്ച ഈ ലോകത്ത്, ധർമ്മബോധം അസ്തമിക്കുന്ന ഈ ലോകത്ത് ഞാനൊരു ഹേമന്ത സന്ധ്യ പോലെ, ഞാൻ ഹേമന്ത സന്ധ്യയിലെ ഇല പൊടിഞ്ഞ മരം പോലെ. मैं खजां की शाम हूँ, ഞാനൊരു ഹേമന്തത്തിന്റെ സന്ധ്യ പോലെ. रुत बहार की है तू, रुत बहार की है तू. അങ്ങ് വസന്തമാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഹേമന്ത സന്ധ്യ പോലെ, ഞങ്ങൾ ഈ മൂല്യങ്ങൾ നശിച്ച ഈ ലോകത്ത്, അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ ഈ ലോകത്ത് ഞങ്ങൾ ഇലപൊഴിയുന്ന മരങ്ങളെ പോലെയാണെങ്കിൽ വസന്തമാണ് പരിശുദ്ധ റസൂലേ അങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഫ്തോं के दौर में, ആഫ്തോं के दौर में. ആപത്തുകളുടെ ഈ കാലത്ത്, ദുരന്തങ്ങളുടെ ഈ കാലത്ത്, ദുരിതങ്ങൾ നിറഞ്ഞ ഈ കാലത്ത്, ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഈ കാലത്ത്, കണ്ണുനീരിച്ചാലിട്ടൊഴുകുന്ന ഈ കാലത്ത്, ആഫ്തോं के दौर में, ആപത്തുകളുടെ ഈ കാലഘട്ടത്തിൽ, ആഫ്തോं के दौर में चैन की घड़ी है तू. ആശ്വാസത്തിന്റെ നിമിഷമല്ലയോ അങ്ങ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലംബമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വപ്നത്തിന്റെ കേന്ദ്രമേ, മനുഷ്യത്വത്തിന്റെ ആലംബമേ, അവന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ മനുഷ്യന്റെ മുമ്പിൽ കാലം പണിതുയർത്തിയ ദൈവം അണിയിച്ചൊരുക്കി കൊടുത്ത ഏറ്റവും വലിയ അത്താണിയെ. ആഫ്തോं के दौर में, ആപത്തുകൾ നിറഞ്ഞ ഈ കാലത്ത്, ചൈൻ കീ കടി ഹേ തൂ, ചൈൻ കീ കടി ഹേ തൂ. ആശ്വാസത്തിന്റെ നിമിഷമാണങ്ങ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രഭാഷണത്തിന്റെ സന്ദർഭമല്ല, ഇത് പ്രാർത്ഥനയുടെ സന്ദർഭം, ഇത് ഭക്തിയുടെ സന്ദർഭം, ഇത് കൂട്ടുത്തരവാദിത്തത്തിന്റെ സന്ദർഭം, ഇത് ഹൃദയത്തിൽ വസന്തം വിരിയുന്ന സന്ദർഭം, ഇത് പൂക്കൾ പുഞ്ചിരി തൂകുന്ന സന്ദർഭം, ഇത് മന്ദമാരുതൻ സുഗന്ധമായി വന്നെത്തുന്ന സന്ദർഭം, ഇത് ആത്മാവിന്റെ നാസാരന്ധ്രങ്ങളെ എന്നെന്നും ഉണർത്തുന്ന സന്ദർഭം, ഇത് വിപ്ലവമന്ത്രം പകർന്നേകുന്ന സന്ദർഭം, ഇത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന സന്ദർഭം, ഇത് നീതിയുടെ മുഹൂർത്തം, ഇത് കാരുണ്യത്തിന്റെ മുഹൂർത്തം, ഇത് ലാളിത്യത്തിന്റെ മുഹൂർത്തം, ഇത് കാഠിന്യത്തിന് പകരം ലാളിത്യമാണ് ലോകമന്ത്രമെന്ന് പഠിപ്പിക്കുന്ന മുഹൂർത്തം. മദീനയിലേക്കുള്ള പാത വൈകുന്നേരം മഗ്രിബിന് തുടങ്ങുന്നത് എന്തിനാ? അതിന് മുമ്പ് തന്നെ തുടങ്ങണം. 4, 4:30, 5 മണിക്ക് തുടങ്ങുന്നത് എന്തിനാ? ഈ നാടിന്റെ നിയമം പാലിക്കാനാണ്. 10 മണിക്ക് മുമ്പ് ഉച്ചഭാഷിണി പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കണം. ലോകത്തെവിടെ ലംഘിക്കപ്പെട്ടാലും
വിശുദ്ധ റസൂലിന്റെ തിരുസദസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമലംഘനമില്ല. നിയമങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കരുത്താണ് വേണ്ടത്, നിയമങ്ങൾ ലംഘിക്കാനുള്ള തിട്ടൂരമല്ല. നിയമങ്ങൾ പരിരംഭണം ചെയ്യാൻ, നിയമങ്ങൾ മുറുകെ പിടിക്കാൻ, രാഷ്ട്രത്തിന്റെ നിയമം, നീതിന്യായ പീഠത്തിന്റെ നിയമം, ക്രമസമാധാന പാലനത്തിന്റെ നിയമം, നമ്മെ നമ്മളാക്കി തീർക്കുന്ന നിയമം, നമ്മെ സുശിക്ഷിതരാക്കി തീർക്കുന്ന നിയമം. അതുകൊണ്ടൊരു മിനിറ്റ് പോലും നമ്മൾ സമയത്തിന്റെ പരിധി വിട്ടു പോകൂല. അതുകൊണ്ട് നിർണയിക്കപ്പെട്ട ഈ സമയം ബർക്കത്തിന്റെ സമയമേ, റഹ്മത്തിന്റെ സമയമേ, റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസദസ്സിലെ സന്ദർഭം